തുരങ്കപാതയും മെഡിക്കൽ കോളേജും മുണ്ടക്കൈ ടൗൺഷിപ്പ് ഉൾപ്പെടെ വയനാട് ജില്ലയെ നെഞ്ചേറ്റിയ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ വയനാട്ടിലെത്തുക. ജാഥയെ വരവേൽക്കാൻ വയനാട് ഒരുങ്ങിക്കഴിഞ്ഞു. വയനാട് ജില്ല സ്വപ്നം കണ്ടതിലും അപ്പുറമുള്ള വികസന യാഥാർത്ഥ്യങ്ങളുടെ പകിട്ടിലൂടെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയെ ഇന്ന് വയനാട് വരവേൽക്കും. മൂന്നാം LDF സർക്കാരിന്റെ കാഹളം മുഴക്കി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥയെ നെഞ്ചേറ്റാൻ മലനാട് ഒരുങ്ങിക്കഴിഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന LDFന്റെ വികസന മുന്നേറ്റ ജാഥ മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള വലിയ രൂപത്തിലുള്ള കേളികൊട്ടായി മാറുകയാണ്. വയനാടിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഈ ജാഥയെ ആവേശപൂർവ്വം വരവേൽക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി മാനന്തവാടിയിലും ബത്തേരിയിലും കൽപ്പറ്റയിലും 3 കേന്ദ്രങ്ങളിലാണ് വയനാട് ജില്ലയിൽ സ്വീകരണമുള്ളത്. 3 സ്വീകരണങ്ങളും ബഹുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും സ്വീകരണം കൊണ്ടും വലിയ മുന്നേറ്റമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നവകേരള കുതിപ്പിലൂടെ സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കിയ വികസന തിളക്കങ്ങൾ എണ്ണിപ്പറയുന്ന ജാഥ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധം ശക്തമാക്കിയാണ് ജില്ലയിലെ 2 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കുക. 3 നിയമസഭാ മണ്ഡലങ്ങളിലും വിപുലമായ സംഘാടക സമിതികൾ രൂപീകരിച്ച് ആകർഷകമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പഞ്ചായത്ത് യോഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ബൂത്ത് വാർഡ് തലം മുതൽ ജാഥയെ വരവേൽക്കാനുള്ള സജീവ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ബോർഡും പോസ്റ്ററുകളും കട്ടൌട്ടുമെല്ലാം ഉയർന്നു കഴിഞ്ഞു. കർഷകർ, കർഷക തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മഹിളകൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ തുടങ്ങി ബഹുജനങ്ങളാകെ ജാഥയെ ഹൃദയത്തിലേറ്റാൻ അണിനിരക്കുകയാണ്. ഇന്ന് പകൽ 3 മണിക്ക് ജില്ലാ അതിർത്തിയിൽ വരവേറ്റ് വൈകിട്ട് 4 മണിക്ക് മാനന്തവാടിയിലാണ് ആദ്യ സ്വീകരണം നൽകുക. വൈകിട്ട് 5 മണിക്ക് സുൽത്താൻ ബത്തേരിയിലും ജാഥയെ സ്വീകരിക്കും. 6 രാവിലെ 10 മണിക്ക് കൽപ്പറ്റയിലെ സ്വീകരണത്തോടെ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും. കൽപ്പറ്റയിലെ സ്വീകരണത്തിന് മുന്നോടിയായി വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഗമവും നടക്കും. PB ജോഷില, കൈരളി ന്യൂസ്, വയനാട്.